സുഹൃത്തുക്കളെ, ഓണം ആഘോഷിക്കുന്ന നമ്മളെ കാണാനായി ഷ്വേബിഷ് ഗെമുണ്ടിൽ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ മാവേലിയെ നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. മാവേലി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് നിങ്ങൾക്കറിയുമോ? മാവേലിയല്ലേ പാതാളത്തിൽ നിന്നും ഐൻഹോൺ ടണൽ വഴി നേരെ ഇങ്ങോട്ട് വന്നാൽ പോരെയല്ലേ? എന്നാൽ അങ്ങനെയല്ല. അതിനു പിന്നിൽ വേറൊരു കഥയുണ്ട്. അതെന്താണെന്നറിയാൻ മാവേലിയുടെ വാസസ്ഥലമായ പാതാളം വരെ നമുക്കൊന്ന് പോയി നോക്കാം. എടോ ശിങ്കിടി, ആ കലണ്ടർ ഒന്നിങ്ങോട്ട് എടുക്കുക. ഓണൊക്കെ അടുത്ത് വരാറായില്ലേ? നമുക്ക് ആരെയാ സന്ദർശനം നടത്തണ്ടേന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടായിരിക്കും ഈ വർഷവും കേരളത്തിലേക്ക് വച്ചു പിടിക്കുന്നത്. താൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല തിരുമേനി, കേരളം ആകെ മാറിപ്പോയി എന്ന് പറഞ്ഞതാ. ആഗോളതാപനം കാരണം ചൂട് വളരെ കൂടി. പിന്നെ മഴ തുടങ്ങിയാലോ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. ആകെ ഒരു പാതാളം വൈബാണ്. എന്തൊക്കെയായാലും നമ്മുടെ സ്വന്തം നാടിനെ മറക്കാൻ പറ്റുമോ? എല്ലാ വർഷവും തിരുവോണ ദിവസത്തിൽ കേരളത്തിൽ ചെന്ന് നമ്മുടെ പ്രജകളെയൊക്കെ ഒന്ന് ക്ഷേമം അന്വേഷിക്കുക, കുശലാന്വേഷണം നടത്തുക, അതൊക്കെ നമ്മുടെ കടമയല്ലടോ. ഇതിന് കേരളത്തിൽ ഇപ്പോൾ നിറച്ച് ബംഗാളികളല്ലേ. മലയാളികളെ കാണണമെങ്കിലോ അങ്ങ് കാനഡയിലേക്കോ യൂറോപ്പിലേക്കോ പോകണം. താൻ എന്തായി പറയണേ? അതേ തിരുമേനി, മലയാളികളെല്ലാവരും കേരളം വിട്ട് പല വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറുകയല്ലേ. ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നിങ്ങനെ പല ഭാഷകളും പഠിക്കാൻ തുടങ്ങും. പിന്നെ SSLC സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടേണ്ട താമസം ഒരു വിസയും സംഘടിപ്പിച്ച് ഇതിലേതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് പോകും. ആലോചിക്കുകയായിരുന്നു, എന്തിനാ ഇവരൊക്കെ സ്വന്തം നാട് വിട്ട് വിദേശങ്ങളിലേക്കൊക്കെ മഞ്ഞ നാട്ടിലേക്കൊക്കെ പോണേ? അല്ലെങ്കിലും സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ മലയാളികൾക്ക് പണ്ടേ മടിയാണല്ലോ. എന്നാ വിദേശത്തേക്ക് പോയാലോ എന്ത് ജോലിയും ചെയ്യും. പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യാന്ന് വെച്ചാ അവിടത്തെ നാട്ടു നടപ്പല്ലേ പറ്റുള്ളൂ. നമ്മുടെ ഓണം എല്ലാം അതൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ? ആഘോഷിക്കുമോ എന്നോ? 4 മലയാളികൾ കൂടി ചേർന്നാലുണ്ടല്ലോ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കും. പിന്നെ ആഘോഷിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കല്ലേ. വിദേശത്തേക്ക് പോയാൽ ഓണം മുതൽ ക്രിസ്മസ് വരെ എല്ലാ വീക്കെൻഡിലും നമുക്ക് നിരവധി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാം. അത് കൊള്ളാലോടോ. ഏത് രാജ്യത്തേക്കാ നമുക്കൊന്ന് പോണ്ടേ? നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം. അവിടെ ഓട്ടോമാന് സ്പീഡ് ലിമിറ്റ് ഇല്ല. കൂടാതെ വളരെ നല്ല പേരും കിട്ടും. ഒക്ടോബർ ഫെസ്റ്റിന്റെ ഒക്കെ ടൈം അല്ലേ. ആയിക്കോട്ടെ, തന്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് ജർമ്മനിക്ക് തന്നെ പോവാം. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട് തിരുമേനി. അതെന്താണാവോ? ജർമ്മനിയിലേക്ക് പോകാൻ നമ്മൾ വിസ എടുക്കണം. കൂടാതെ കുറച്ചൊക്കെ ജർമ്മൻ ഭാഷ നമ്മൾ പഠിക്കണം കേട്ടോ. അതപ്പൊ നന്നായി. എങ്ങനെയാടോ വിസ ഒക്കെ എടുക്കണേ? അറിയോ അതൊക്കെ? അത് വളരെ എളുപ്പമല്ലേ തിരുമേനി. നാട്ടിലിപ്പോൾ കൂൺ പോലെ വിസ ഏജൻസികളല്ലേ. അവരെ സമീപിച്ച് കുറച്ച് പൈസ കൊടുത്താൽ അവർ നമുക്ക് വിസ ശരിയാക്കി തരും. ശരി, അപ്പോൾ ജർമ്മൻ ഭാഷയോ? അത് ഞാൻ പഠിപ്പിച്ചു തരാം തിരുമേനി. ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ ഞാൻ തിരുമേനിയെ വെറും തിരുമേനി എന്നല്ലേ വിളിക്കുക. പക്ഷെ ജർമ്മനിയിൽ ഡെർ തിരുമേനി എന്ന് വിളിക്കണം. ഡെർ തിരുമേനി കൊള്ളാം, കുറച്ച് ഗാംഭീര്യമൊക്കെ ഉണ്ട്. ഇനി തിരുമേനി പെണ്ണാണെന്ന് വിചാരിക്കുക. അപ്പോൾ തിരുമേനിയെ ഡി തിരുമേനി എന്ന് വിളിക്കണം. പെൺകുട്ടികളൊക്കെ ഡി തന്നെയല്ലേ നമ്മളും വിളിക്കണേ. ഇനി തിരുമേനി മറ്റേതാണെന്ന് വിചാരിക്കുക. മറ്റേതോ? അതെന്താ? ആണുമല്ല പെണ്ണുമല്ല, തരികിടാ. തന്റെ ഒരു തരികിട. അയ്യോ, തിരുമേനി വെറുതെ വിചാരിച്ചാൽ മതി. ശരി ശരി. അപ്പോൾ തിരുമേനിയെ ദസ് തിരുമേനി എന്ന് വിളിക്കണം. എന്തൊക്കെ നിയമങ്ങളാ! എനിക്ക് താൻ ആദ്യം പറഞ്ഞ പേരും തന്നെ മതി. ഏത്? ദേർ തിരുമേനിയോ? അല്ലാന്നേ, വെറും തിരുമേനി. ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടേ അതിന്. താൻ ഈ ജർമ്മൻ ഭാഷ ഒക്കെ എപ്പോ പഠിച്ചു? തിരുമേനിയുടെ അണ്ടറിൽ, അതും ഈ അണ്ടർവേൾഡിൽ നിന്നും രക്ഷപ്പെട്ട് ജർമ്മനിയിൽ പോയി വല്ല മെക്ഡൊണാൾഡ്സിലോ KFCയിലോ ജോലി ചെയ്യാമെന്ന് കരുതി പഠിച്ചതാ.
ശങ്കരി, താൻ എന്താടോ പറഞ്ഞേ? അല്ല തിരുമേനി, ഒരു വിദേശ ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഇതൊന്നുമല്ല, കക്ക, കുണ്ടൻ, അങ്ങനെ രസകരമായ പല വാക്കുകളുമുണ്ട്. ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു തരാം. മ്ലേച്ഛൻ, ഈ വക ശുംഭത്തരങ്ങളൊക്കെ താൻ തന്നെ പഠിച്ചോളാട്ടോ. അങ്ങനെ ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചു. വിസ ആപ്ലിക്കേഷൻ കൊടുത്തു. മാവേലിയും ശിങ്കടിയും ജർമ്മൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം നാട്ടിലെ ഒരു പ്രമുഖ നഗരത്തിലെ ഒരു വിസ ഏജൻസിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, രാവൺ വിസ ഏജൻസി, പറയൂ. ആ, അതിനല്ലേ സാറേ നമ്മളിവിടെ ഇരിക്കണേ. എത്ര ആൾ വേണം? 10. ശരി. ഞാൻ സ്ഥലം അസർബൈജാൻ. ഡോണ്ട് വറി, ശരിയാക്കാം. ഇത് രാവൺ ഗ്യാരണ്ടി. ശരി. എന്താ ഇപ്പം ചെയ്യുക? ആ, എടോ സെക്രട്ടറി. എന്താ മുതലാളി? നമ്മൾ ജർമ്മനിയിലേക്ക് ജോലിക്ക് അയക്കാൻ വെച്ച 20 പേരില്ലേ, അതിൽ 10 പേര് നമുക്ക് അസർബൈജാനിലേക്ക് തട്ടാം. മുതലാളി, അവരെയല്ലേ നമ്മൾ അൽബേനിയയിൽ ആപ്പിൾ തോട്ടത്തിലേക്ക് ആപ്പിൾ പിറക്കാനായി വിടുന്നത്? ആപ്പിൾ പറിക്കാൻ 10 പേര് മതി. ബാക്കി 10 പേര് നമുക്ക് അസർബൈജാനിലേക്ക് എണ്ണപ്പാടത്തിലോ പറമ്പിലോ എന്താണെന്ന് വെച്ചാൽ അയക്കാം. ഒരാൾക്ക് 10 ലക്ഷം വെച്ച് കിട്ടും. അല്ല മുതലാളി, എനിക്കൊരു സംശയം. തൻ്റെ തല്ലിപ്പൊളി സംശയത്തിന് ഉത്തരം പറയാൻ ഞാൻ അലച്ചൊന്നുമല്ല. ആ, എന്തേലും ആയിക്കോട്ടെ, ചോദിക്ക്. മുതലാളി, നമ്മളീ ചെയ്യുന്നത് തട്ടിപ്പല്ലേ? എടോ, നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും യൂറോപ്പ് കണ്ടാൽ മതി എന്നാണ് കുറേ പേർക്ക്. മുതലാളി, യൂറോപ്പ് ആണെങ്കിലും നമ്മുടെ നാട്ടിനേക്കാൾ മോശമല്ലേ പല കാര്യങ്ങളിൽ ഈ രാജ്യങ്ങളുടെ അവസ്ഥ? എല്ലാവരെയും ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടിലേക്കും മാത്രം അയക്കാൻ പറ്റുമോ? അൽബേനിയയും അസർബൈജാനും യൂറോപ്പിൽ തന്നെയല്ലേ, അങ്ങ് അന്റാർട്ടിക്കയിലൊന്നല്ലല്ലോ. പിന്നെന്താ കുഴപ്പം? നാട്ടുകാർക്ക് യൂറോപ്പിലെത്തണം. നമ്മൾ അത് സാധിച്ചു കൊടുത്തു. ഒരു നന്മ പ്രവൃത്തി, കൂടെ കുറച്ച് തുട്ടും തടയും, അത്രേ ഉള്ളൂ. ഓ, ഈ മുതലാളിയുടെ ബുദ്ധി അപാരം തന്നെ. വെറുതെയല്ല നമ്മുടെ ഏജൻസിക്ക് രാവൺ ഏജൻസി എന്ന് പേരിട്ടത്. എടോ, അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. താൻ പറയാം, ആരാണ് ആദ്യമായി വിസ ഇല്ലാതെ ഫോറിൻ ടൂർ അടിച്ച പാർട്ടി? അത് നമ്മുടെ ആ വാസ്കോഡഗാമ, ആ സായിപ്പില്ലേ? അല്ലട മണ്ട, രാവണൻ. പണ്ട് സീതയെ അടിച്ചു മാറ്റാൻ ലങ്കയിൽ നിന്ന് പുഷ്പക വിമാനത്തിൽ ഫ്ലൈ ചെയ്ത് വന്ന സാക്ഷാൽ രാവണൻ. എന്നാൽ നമുക്ക് ഹനുമാൻ വിസ ഏജൻസി എന്ന് പേരിടായിരുന്നു. ലങ്കാദഹനത്തിനായി ഹനുമാൻ ലങ്കയിലേക്ക് പറന്നില്ലേ? കൂടാതെ മുതലാളിയുടെ മുഖവുമായി നല്ല സാമ്യമുണ്ട്. മതി മതി, കോമഡി അടിക്കാണ്ടേ പണിയെടുക്കാൻ നോക്ക്. എനിക്കറിയോ, പുതിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 1000 പേർക്ക് വരെ വിസ റെഡിയാ. ആളെ സെറ്റ് ചെയ്താൽ മാത്രം മതി. അല്ല മുതലാളി, എങ്ങോട്ടാ ഇത്ര ആൾക്കാരെ മുതലാളിക്ക് വേണ്ടത്? അത് റഷ്യയിലെ എവിടെയാണ് സ്ഥലം. വിളിച്ച ആളുടെ പേരെന്താ? പുട്ടോ കടലയോ അങ്ങനെ എന്തോ ആയിരുന്നു. എന്താ കാര്യം എന്നൊന്നും ശരിക്കും പറഞ്ഞില്ല. എന്തോ ഒരു സ്പെഷ്യൽ ഓപ്പറേഷനാണ് ഇത്ര. നമ്മൾക്ക് എന്ത് പോയി? ഒരൊറ്റ കണ്ടീഷനുള്ളൂ, നല്ല തണ്ടും തടിയുള്ള ആൾക്കാർ വേണത്ര. മുതലാളി, ഈ പുതിയ ആപ്ലിക്കൻസിലൊന്ന് നോക്കിക്കേ, കൊള്ളാമെന്ന് തോന്നുന്നു. ആ, ഇത് കൊള്ളാലോ. നല്ലൊരു ജിമ്മൻ, കൂടെ ഒരു കപ്പട മീശയും. നമ്മുടെ റിക്വയർമെൻറ്റ്സിന് പറ്റിയ ടീമാണ്. ഇവർ 2 പേരുണ്ട് മുതലാളി. ജർമ്മനിയിൽ പോയിട്ട് അവിടുത്തെ മലയാളികളെ വിസിറ്റ് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. എന്നോ ഉറപ്പിച്ചോ, ഇവരെ തന്നെ അയക്കാം. പിന്നെ ഈ വിയേർഡ് തൊപ്പിയൊക്കെ ഒന്ന് മാറ്റാൻ പറയണം, കസ്റ്റംസുകാർ പിടിക്കും. ശരി മുതലാളി, അത് ഞാൻ ഏറ്റു. അങ്ങനെ വിസ ഏജന്റ് കൊടുത്ത വിസയും ടിക്കറ്റുമായി മാവേലിയും ശിങ്കടിയും യാത്ര തുടങ്ങി. ജർമ്മനിയിലേക്കാണെന്ന് കരുതി തുടങ്ങിയ അവരുടെ യാത്ര പക്ഷേ എത്തിച്ചേർന്നത് വേറൊരിടത്താണെന്ന് മാത്രം.
ശിങ്കിടി, ഏതാ ഈ സ്ഥലം? താൻ പറഞ്ഞ ജർമ്മനി പോലെയൊന്നും ഇല്ലല്ലോ. ഓട്ടോബാണൊക്കെ എവിടെ? പകരം കേരളത്തേക്കാൾ പൊട്ടിപ്പൊളിഞ്ഞ കുറെ റോഡും ഇടിഞ്ഞു പൊളിഞ്ഞ കുറെ കെട്ടിടങ്ങളും മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അതാ തിരുമേനി എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ എവിടാ? തിരുമേനി അങ്ങോട്ട് നോക്കിയേ, കുറെ ആളുകൾ ഓടി വരുന്നുണ്ടല്ലോ. ആ ശരിയാണല്ലോ, നമ്മളെ വരവേൽക്കാൻ വരുന്ന ജർമ്മൻ മലയാളികളാണോ? അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, മാലയോ പൂച്ചണ്ടോ ആണെന്ന് തോന്നുന്നു. മാലയും പൂച്ചണ്ടുമല്ല തിരുമേനി, അവരുടെ കയ്യിൽ തോക്കാണ്. അതെയോ? അവർ ഏത് ഭാഷയാ സംസാരിക്കണേ? താൻ പഠിപ്പിച്ച ജർമ്മൻ ഭാഷയുമായി യാതൊരു സാമ്യവും ഇല്ലല്ലോ. ഇവർ പറയുന്നത് റഷ്യനാണെന്ന് തോന്നുന്നു തിരുമേനി. ആ ഏജന്റ് നമ്മളെ ചതിച്ചു. ജർമ്മനി എന്ന് പറഞ്ഞ അവർ നമ്മളെ റഷ്യൻ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കാണ് വിട്ടത്. റഷ്യൻ ആർമിയിലേക്ക് ആളെ അയക്കുന്ന മനുഷ്യക്കടത്താണ് അവർ ചെയ്തത്. ഇവിടെ നിന്ന് വെടികൊണ്ട് മരിക്കും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം തിരുമേനി. ഓടിക്കോ. തിരുമേനി അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അങ്ങനെ മാവേലിയും ശിങ്കിടിയും റഷ്യൻ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അതേസമയം ഇവിടെ ജർമ്മനിയിൽ ഷ്വേബിഷ് ഗെമുണ്ട് മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ കുറച്ച് അസ്വസ്ഥരാണ്. ഹലോ, എടാ ശ്യാമേ, അപ്പം നീ മാവേലിയാവനില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്തായാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് തിരിച്ചു വിളിക്കും. അപ്പോൾ ശരി. എടാ ജാഫേ, എന്താ വിഷമിച്ചിരിക്കുന്നേ? ആ സുഹിത്തേ, ഓണാഘോഷം എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വിളിച്ച് അവരെ നിന്ന് കാശും മേടിച്ചു. എന്നിട്ടിപ്പോൾ മാവേലിയുടെ റോള് ചെയ്യാന്ന് പറഞ്ഞ എല്ലാ എണ്ണവും കാലുവാരി. മാവേലി ഇല്ലാതെ എങ്ങനെ ഓണാഘോഷിക്കുക? ഇത്തവണ അടി ഉറപ്പാ. ദേനി ജാഫേ, അങ്ങോട്ട് നോക്കിക്കേ, രണ്ടുപേരും നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടല്ലോ. വേഷമെല്ലാം കണ്ടിട്ട് ഫാൻസി ഡ്രസ് മത്സരത്തിന് പോകുന്നവരാണെന്ന് തോന്നുന്നു. ഹേയ്, ഹലോവിൻ സെലിബ്രേഷൻ നേരത്തെ തന്നെ തുടങ്ങിയോ? കണ്ടിട്ടൊരു മലയാളി ലുക്കുണ്ടല്ലോ. ആവൂ, ആശ്വാസായി. നോം മാവേലി, ഇതെന്റെ ശിങ്കിടി. ഇയാള് മാവേലി തന്നെയാണോ? മാവേലി ആണെങ്കിൽ നിങ്ങൾ എന്തിനാ ഓടിയേ? ഒന്നും പറയണ്ട ചങ്ങാതി. ഓണത്തിന് ജർമ്മനിയിലുള്ള മലയാളികളെ കാണാൻ പുറപ്പെട്ടതാണ് ഞങ്ങൾ. പക്ഷേ വിസ ഏജന്റ് ഞങ്ങളെ കൊണ്ടെത്തിച്ചതോ റഷ്യൻ യുദ്ധഭൂമിയിൽ. അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ. എന്താ, നിങ്ങൾക്ക് വിശ്വാസായില്ലേ? ശിങ്കിടി, ആ കിരീടം കൂടെ എടുക്ക. ഇതാ തിരുമേനി. സുഹിത്തേ, പേടിയ ഉള്ളി കാലി ചുറ്റി. മാവേലി തമ്പുരാൻ കറക്റ്റ് സ്ഥലത്താണ് എത്തിയത്. ഇത്തവണ നമുക്ക് ഓണാഘോഷം പൊളിക്കാം. എടാ എല്ലാരും വന്നേ, നമ്മൾ നോക്കി നടന്ന മാവേലി ദേ മുറ്റത്ത്. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ വാണി. വന്നല്ലോ മുറ്റത്ത് മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊച്ചണ്ടേ, പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ, മാവേലി പോണേ, വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊച്ചണ്ടേ, പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ, മാവേലി പോണേ, മാവേലി വന്നേ, മാവേലി പോണേ.